അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള സെൽ ഓർഗനൽ എന്ന് പറയുന്നത് ലൈസോസോമാണ്. ലൈസോസോം. ഓക്കെ, ഒരു ലൈസോസോം എന്ന് പറയുന്നത് ഒരു മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലാണ്. അതിനൊരു മെംബ്രെയിനൊക്കെ ഉണ്ട്. അത് കാണുന്നത് നമ്മുടെ ഫൗണ്ട് ഇൻ നിയർലി ഓൾ അനിമൽ സെൽസ്. എല്ലാ അനിമൽ സെൽസിലും, ഓൾമോസ്റ്റ് എല്ലാ അനിമൽ സെൽസിലും എന്തുണ്ട്? ഈ ഒരു ലൈസോസോം എന്ന് പറഞ്ഞ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ കാണുന്നുണ്ട്. ഇത് കണ്ടുപിടിച്ചത്, ഡിസ്കവർ ചെയ്തത് ക്രിസ്റ്റ്യൻ ഡെ ഡ്യൂ എന്ന് പറയുന്ന ആൾ 1955 ഇങ്ങനെ ഒരു ലൈസോസോമിനെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ലൈസോസോം ഒരു സ്ഫെറിക്കൽ വെസിക്കിളാണ്. ഇതിൽ ഒരുപാട് ഹൈഡ്രോലിറ്റിക് എൻസൈംസ് ഉണ്ട്. ഹൈഡ്രോലിറ്റിക് എൻസൈംസ്, ഈ ഹൈഡ്രോലിറ്റിക് എൻസൈംസിന് എന്ത് ചെയ്യാൻ കഴിയും? ഒരുവിധം എല്ലാ ടൈപ്പ് ഓൾ കൈൻഡ്സ് ഓഫ് ബയോമോളിക്യൂൾസിനെയും എന്ത് ചെയ്യാൻ കഴിയും? ബ്രേക്ക് ചെയ്യാൻ, അതായത് അതിനെ ഡിവൈഡ് ചെയ്യാൻ, ബ്രേക്ക് ഡൗൺ ചെയ്യാൻ, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ് ഈ ഒരു ഹൈഡ്രോലിറ്റിക് ഹോർമോൺസ് അല്ല, ഹൈഡ്രോലിറ്റിക് എൻസൈംസ്. ഹോർമോൺ എൻസൈം നമുക്ക് പറയുമ്പോൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് മാറുന്നൊരു സാധനമാണ്. അപ്പോൾ ഹൈഡ്രോലിറ്റിക് എൻസൈംസ് ഓക്കെ, ഒരു സ്പെറിക്കൽ വെസിക്കിളാണെന്ന് പറഞ്ഞു. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു പിക്ചർ നോക്കാം. ഇതാണ് നമ്മുടെ സെല്ല്. ഈ സെല്ലിൻ്റെ ഉള്ളിൽ ഗ്രീൻ കളറിൽ കണ്ടോ, ഇതിൽ ലൈസോസോം എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്ഫെറിക്കൽ വെസിക്കിളായിട്ട് കാണുന്നതാണ് നമ്മുടെ ലൈസോസോം. ഇനി അതിൻ്റെ മാത്രം സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഒരു ലൈസോസോമിൻ്റെ 3D വ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറത്ത് കുറച്ച് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ഉണ്ട്. പിന്നെ അതേപോലെ ഹൈഡ്രോലിറ്റിക് എൻസൈംസ് കണ്ടോ ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഹൈഡ്രോലിറ്റിക് എൻസൈംസിന് ഓൾമോസ്റ്റ് എല്ലാ ബയോമോളിക്യൂൾസിനെയും ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഇതിനൊരു മെംബ്രെയിൻ ഉണ്ട്. നമ്മൾ പറഞ്ഞു മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലാണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു ലൈസോസൈം എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് വെസിക്കിളാണ്. അതിന് ചില സ്പെസിഫിക് കോമ്പോസിഷൻ ഉണ്ട്. അതിൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് ഉണ്ട്, അതേപോലെ ആൻഡ് പ്രോട്ടീൻസ് ഓഫ് ഇറ്റ്സ് ലൂമൻ. അതിൻ്റെ തന്നെ ഉള്ളിൽ, ലൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡ് സ്പേസ് ആണ്, അതിൻ്റെ തന്നെ ഉള്ളിലുള്ള ലൂമൻ എന്നുള്ള പ്രോട്ടീൻസും ഉണ്ട്. ഒരു ലൈസോസോമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.1 മൈക്രോമീറ്റർ മുതൽ 1.2 മൈക്രോമീറ്റർ ആണ്. അതിൻ്റെ pH 4.5 to 5 ആണ്. 4.5 to 5. ഈ ഒരു pH എന്ന് പറഞ്ഞാൽ അറിയില്ലേ, അസിഡിക് ആണോ എന്നൊക്കെ നമ്മൾ നോക്കുന്നത് pH വാല്യൂ വെച്ചിട്ടാണല്ലോ. അപ്പോൾ 4.5 to 5 ആണ്. അതിൻ്റെ ഇൻറ്റീരിയർ, ലൈസോസോമിൻ്റെ ഇൻറ്റീരിയർ, അത് വാല്യൂ 7 കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അസിഡിക് ആണെന്നാണ് പറയുക. ലൈസോസോമിൻ്റെ ഉള്ളിൽ അസിഡിക് ആണ്. നമ്മുടെ ബേസിക് സൈറ്റോസോൾ കമ്പയർ ചെയ്യുമ്പോൾ, സൈറ്റോസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെല്ലിൻ്റെ ബാക്കി ഭാഗങ്ങൾ, അതായത് ഒരു വാട്ടറി ആയിട്ടുള്ള സെല്ലിൻ്റെ ഉള്ളിൽ വരുന്ന ബാക്കി ഭാഗമുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സൈറ്റോസോൾ എന്ന് പറയുന്നത്. അതിൻ്റെ pH എന്ന് പറയുന്നത് 7.2 ആണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ലൈസോസോം സ്ലൈറ്റ്ലി അസിഡിക് ആണ്, നമ്മുടെ ലൈസോസോമിൻ്റെ ഇൻറ്റീരിയർ. പിന്നെ അതേപോലെ ലൈസോസോമിൻ്റെ മെംബ്രെയിനാണ് സൈറ്റോസോളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള ബാക്കി കാര്യങ്ങൾ, അതായത് നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലുള്ള ബാക്കി വരുന്ന റെസ്റ്റ് ഓഫ് ദ സെല്ല്, അതായത് നമ്മുടെ സെല്ലിൽ ബാക്കി കുറേ ഓർഗൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ ഒരു ലൈസോസോമിന് ഇങ്ങനെ ഒരു മെംബ്രെയിൻ ഉള്ളത് കൊണ്ട് തന്നെ ബാക്കി ഭാഗങ്ങളെ ഒന്നും ഡിഗ്രേഡ് ചെയ്യാതെ അതിൻ്റെ ഉള്ളിൽ സംരക്ഷിക്കുന്നത് ഈ ഒരു മെംബ്രെയിൻ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. പിന്നെ ഈ ലൈസോസോമിലെ എൻസൈംസിനെ നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ലൈസോസോം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ലൈസോസോമിൻ്റെ ഫോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോൾഗി അപ്പാരറ്റസ് ആണ് ലൈസോസോമിനെ ഉണ്ടാക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഈ ഒരു ലൈസോസോമിലെ എൻസൈംസിനെ സിന്തസൈസ് ചെയ്യുന്നത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈബോസോംസ് ഉള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അത് നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാവും. അതിലാണ് ലൈസോസോമിലെ എൻസൈംസിനെ സിന്തസൈസ് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. ഈ എൻസൈംസിനെ ഗോൾഗി അപ്പാരറ്റസിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്പോർട്ട് ഉണ്ടല്ലോ, അതായത് ഗോൾഗി അപ്പാരറ്റസിലേക്ക് ചെറിയ ചെറിയ വെസിക്കിൾസ് ആയിട്ട് വരും. അത് കൂടുതൽ വലിയ അസിഡിക് വെസിക്കിൾസുമായിട്ട് ഫ്യൂസ് ചെയ്യും, വലിയ അസിഡിക് വെസിക്കിൾസുമായിട്ട്. ഇങ്ങനെ
ഈ എൻസൈംസിൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ലൈസോസോമിലേക്ക് പോകാനുള്ള ഈ ഒരു എൻസൈംസ് എന്ത് ചെയ്യും, ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു മോളിക്യൂൾ മാനോ 6 ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ ഒരു മോളിക്യൂളിൽ പോയി ടാഗ് ചെയ്തിട്ട് അത് അവിടെ നിന്നും സോർട്ട് ചെയ്ത് അസിഡിഫൈഡ് വെസിക്കിൾസുമായിട്ട് സോർട്ട് ചെയ്താണ് പോകുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്. അതായത് വലിയ ലാർജർ അസിഡിക് വെസിക്കിൾസുമായിട്ട് ഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഗോൾഗി അപ്പാരറ്റസിലേക്ക് ഈ ഒരു സ്മോൾ വെസിക്കിൾസ് കടന്നിട്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി പറയാനുള്ളത് എന്താ വെച്ചാൽ ലൈസോസോമിൽ ഒരുപാട് വെറൈറ്റി ഓഫ് എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസ് നമ്മൾ പറഞ്ഞു ഹൈഡ്രോലൈറ്റിക് ആക്ഷൻ ഉള്ളതാണ്. അതിന് സെല്ലിനെ എന്ത് ചെയ്യാൻ കഴിയും, ടു ബ്രേക്ക് ഡൗൺ വേരിയസ് ബയോമോളിക്യൂൾസ് ഇറ്റ് എൻഗൾഫ്സ് ആൻഡ് ഇൻക്ലൂഡിങ് പെപ്റ്റൈഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ലിപ്പിഡ്സ്. നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് സെല്ല് വിഴുങ്ങുന്ന പല പ്രോട്ടീൻസും അതേപോലെ പെപ്റ്റൈഡ്സ്, ന്യൂക്ലിക് ആസിഡ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ് ഇതിനൊക്കെ സെല്ല് എന്ത് ചെയ്യുന്നുണ്ട്, എൻഗൾഫ് ചെയ്യുന്നുണ്ട് സെല്ലിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഇതിനെ ഈ ബയോമോളിക്യൂൾസിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് വെറൈറ്റി ഓഫ് എൻസൈംസ് ലൈസോസോം കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ എൻസൈംസാണ് ഹൈഡ്രോളിസിസിന് എന്ത് ചെയ്യുന്നത്, റെസ്പോൺസിബിൾ ആവുന്നത്. അത് ഇങ്ങനെ ഒരു ഹൈഡ്രോളിസിസ് നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു അസിഡിക് എൻവയോൺമെൻറ്റ്, അതായത് ഒരു ഒപ്റ്റിമൽ ആക്ടിവിറ്റി നടക്കാൻ വേണ്ട ഒരു അസിഡിക് എൻവയോൺമെൻറ്റ് ആവശ്യമാണ്. ഇനി ഇതിനെ കൂടാതെ ഇതിൻ്റെ അഡീഷനായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോളിമേഴ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ലൈസോസോംസ് എന്ത് ചെയ്യും, മറ്റ് ചില ഓർഗനൽസുമായിട്ട് ഫ്യൂസ് ചെയ്യും. ഓക്കെ, പോളിമേഴ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഡൈജസ്റ്റിംഗ് ലാർജ് സ്ട്രക്ചേഴ്സ് ഓർ സെല്ലുലാർ ഡെബിർസ് ത്രൂ കോപ്പറേഷൻ വിത്ത് ഫാഗോസോംസ്. അതായത് സെല്ലിൻ്റെ വേസ്റ്റ് അതേപോലെ വലിയ ലാർജ് സ്ട്രക്ചേഴ്സിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാഗോസോംസ് ഉണ്ടല്ലോ, നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞ് നമ്മൾ സെല്ല് വിഴുങ്ങുന്നൊരു ഫങ്ഷനെ മറ്റുള്ള ഇതിനെയൊക്കെ പുറത്തുനിന്ന് വരുന്ന പാർട്ടിക്കിൾസിനെയൊക്കെ ഇതാക്കുന്നൊരു ഫങ്ഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. അതിൽ വരുന്നതാണ് ഫാഗോസോംസ്. ഈ ഫാഗോസോംസിനോട് കൂടി ചേർന്നിട്ട് ഇതെന്ത് ചെയ്യും, ഈ ഒരു ലാർജ് സ്ട്രക്ചേഴ്സിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യും. അതേപോലെ ലാർജ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ സെല്ലുലാർ ഡെബ്രിസ് ആണ്, അതായത് വേസ്റ്റാണ്. ഇതിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതേപോലെ ദേ ആർ ഏബിൾ ടു കണ്ടക്ട് ഓട്ടോഫേജി. ഓട്ടോഫേജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം, അതായത് നമ്മൾ എന്താ പറയുക, ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയില്ലേ, അതേപോലെ സ്വയം വീങ്ങുക എന്ന് പറയും. അപ്പോൾ അതിനുള്ള ഒരു കഴിവുണ്ട്, സ്വയം എന്താ പറയുക നശിക്കാനുള്ള. അതേപോലെ ക്ലിയറിങ് ഔട്ട് ഡാമേജ്ഡ് സ്ട്രക്ചേഴ്സിനെ ക്ലിയർ ചെയ്യുന്നുണ്ട്. അതേപോലെ അതായത് തന്നെ നമ്മുടെ ഫാഗോസൈറ്റോസിസിൻ്റെ ആക്ഷൻസൊക്കെ ചെയ്യാൻ എന്തുണ്ട്, ഈ ഒരു ലൈസോസോമിന് കഴിയും. ഓട്ടോഫേജ് ശരിക്കും സെല്ലിൻ്റെ ഇതിലാണ് വരുന്നതെന്ന് തോന്നുന്നു. അത് ഞാൻ കുറച്ച് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. പിന്നെ വൈറസിൻ്റെ അതേപോലെ സിമിലർലി ദേ ആർ ഏബിൾ ടു ബ്രേക്ക് ഡൗൺ വൈറസ് പാർട്ടിക്കിൾസ് ഓർ ബാക്ടീരിയ ഇൻ ഫാഗോസൈറ്റോസിസ് ഓഫ് മാക്രോഫേജ്. അതായത് നമ്മൾ വലിയ മാക്രോഫേജുകളിലെ, അതായത് ഫാഗോസൈറ്റോസിസ് ബാക്ടീരിയ വൈറസ് പോലെയുള്ള ഇവയുടെ ഫാഗോസൈറ്റോസിസിലും എന്ത് ചെയ്യാൻ കഴിയും, അതിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ, വൈറസ് പാർട്ടിക്കിൾസിനെയും ബാക്ടീരിയയും ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും നമ്മുടെ ആർക്ക് കഴിയുന്നുണ്ട്, ലൈസോസോമിന് കഴിയും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഫാഗോസൈറ്റോസിസ് അതേപോലെ നമ്മുടെ ഫാഗോസോംസുമായിട്ട് കൂടി ചേർന്നിട്ട് ഡൈജസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള കഴിവ് എന്തിനുണ്ട്, നമ്മുടെ ലൈസോസോംസിനുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഓട്ടോഫേജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ല് തന്നെ നാച്ചുറൽ ആൻഡ് റെഗുലേറ്റഡ് മെക്കാനിസം ഓഫ് ദ സെൽ ദാറ്റ് റിമൂവ്സ് അൺനെസസറി ഓർ ഡിസ്ഫങ്ഷണൽ കമ്പോണൻസ്. ഓക്കെ, സെല്ലുലാർ കമ്പോണൻസിനെ തന്നെ ഡീഗ്രേഡ് ചെയ്യുന്ന പണിയാണ്. അതായത് നമ്മുടെ ഒരു സെല്ലിൽ എന്തെങ്കിലും ഡാമേജ് ആയിട്ടുള്ള സെൽസൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ക്ലീൻ ആക്കുക. പിന്നെ അതേപോലെ പുതിയതിനെ റീജനറേറ്റ് ചെയ്യുക, ഹെൽത്തിയർ സെൽസിനെ. ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് ഇത് പറയുന്നത്. ഓട്ടോഫേജി എന്ന് പറഞ്ഞാൽ, ഓട്ടോ മീൻസ് സെൽഫ്, ഫേജി എന്ന് പറഞ്ഞാൽ ഈറ്റ് എന്നാണ്. ലിറ്ററലി ഇതിന് സെൽഫ് ഈറ്റിംഗ് എന്ന് പറയും. അതായത് കേടുവന്ന സെൽസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ഡിഗ്രേഡ് ചെയ്യുക. അതിനുള്ള ഫങ്ഷനാണ് നമ്മൾ ഓട്ടോഫേജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലൈസോസോംസിനെ കുറിച്ച് പറയാനുള്ളത്.